പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുമ്പോൾ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ചർച്ചയും ഉയരുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. പ്രതിദിനം 2 കോടി ബാരൽ അസംസ്കൃത എണ്ണ കൈകാര്യം ചെയ്യുന്ന പ്രദേശമാണ് ഹോർമൂസ് കടലിടുക്ക്. ആഗോള എണ്ണ ഉപഭോഗത്തിന്റെ 1/5 വരും ഇത്. ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്നുള്ള ഇറാന്റെ ഭീഷണി ഇതാദ്യമല്ല. ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് കടൽ മാർഗം പുറം ലോകത്തേക്കുള്ള ഇറാന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള എണ്ണ വ്യാപാര പാതയാണ് ഹോർമൂസ് കടലിടുക്ക്. കേവലം 39 കിലോമീറ്റർ വീതിയുള്ള ഈ കടലിടുക്കിലൂടെയാണ് ഇറാഖ്, കുവൈത്ത്, ബഹ്റൈൻ, ഖത്തർ, UAE എന്നീ ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണ പുറം ലോകത്തേക്ക് എത്തിക്കുന്നത്. സംഘർഷം ഈ രീതിയിൽ തുടർന്നാൽ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് അടച്ചിടുമെന്ന് ഇറാൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. അങ്ങനെ സംഭവിച്ചാൽ ആഗോളതലത്തിൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ ഭീകരമാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഗ്യാസ്, പെട്രോൾ, ഡീസൽ, വളം തുടങ്ങിയവയുടെ വില കുത്തനെ ഉയരും. UAE, സൗദി അറേബ്യ, കുവൈറ്റ് തുടങ്ങിയ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അമ്പെ തകരും. ആയിരക്കണക്കിന് കപ്പലുകൾ വഴിയില്ലാതെ പ്രതിസന്ധിയിലാകും. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ 60% നിലയ്ക്കും. സമ്പദ് വ്യവസ്ഥയും ഉൽപ്പാദന വ്യവസായങ്ങളും കൂപ്പുകുത്തും. ഇറാൻ കടുത്ത നടപടികളിലേക്ക് പോകില്ലെന്ന് തന്നെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ കരുതുന്നത്. പെട്രോൾ പണ്ടോറ ബോക്സ് തുറക്കൽ നടപടി ഭീഷണി രാഷ്ട്രീയ സമ്മർദ്ദ തന്ത്രം മാത്രമായേ കാണാനാകൂ. കാരണം കടലിടുക്ക് അടയ്ക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരാണ്. ഇതിനു മുൻപ് 2019 സമാന ഭീഷണി ഉയർന്നപ്പോൾ തന്നെ അമേരിക്ക അവരുടെ യുദ്ധക്കപ്പൽ വ്യൂഹമായ USS എബ്രഹാം ലിങ്കണിനെ ഹോർമൂസ് കടലിടുക്കിലേക്ക് അയക്കുകയാണ് ചെയ്തത്. അതോടെ ഇറാൻ ഭീഷണി പിൻവലിച്ച് എന്തായാലും ഇറാന്റെ പുതിയ ഭീഷണി ലോകരാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കി കഴിഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, 24.